പശ്ചിമ ബംഗാളിൽ 1.5 പതിറ്റാണ്ട് മുമ്പ് തൃണമൂൽ കോൺഗ്രസ് അധികാരം പിടിച്ചപ്പോൾ തകർന്നടിഞ്ഞത് CPM മാത്രമല്ല, കോൺഗ്രസ് കൂടിയാണ്. ഏറെക്കാലം ഭരിച്ച കോൺഗ്രസിനെ താഴെയിറക്കിയാണ് CPM ബംഗാളിൽ ഉദിച്ചുയർന്നത്. എന്നാൽ പിന്നാലെ വന്ന മമതാ ബാനർജി തൃണമൂൽ കോൺഗ്രസ് സ്ഥാപിച്ച് ഭരണം പിടിച്ചു. ഇതോടെ തീർത്തും അപ്രസക്തരായി CPM-ഉം കോൺഗ്രസും ഒറ്റക്കെട്ടായി മമതയ്ക്കെതിരെ ഇറങ്ങി. പക്ഷേ ഫലമുണ്ടായില്ല. എന്നാൽ വർഷങ്ങൾക്കിപ്പുറം സുവേന്ദു അധികാരിയിലൂടെ BJP അവിടെ മമതയെ വീഴ്ത്തിയതോടെ CPM-നും കോൺഗ്രസിനും സംഭവിച്ചത് തന്നെ മമതയ്ക്കും സംഭവിച്ചിരിക്കുകയാണ്. അധികാരം നഷ്ടമായെന്ന് മാത്രമല്ല, പാർട്ടിയിലെ ഭൂരിഭാഗം MLA-മാരും മമതയെ തള്ളിപ്പറഞ്ഞു. MP-മാർ BJP കൂടാരത്തിന്റെ വാതിൽക്കൽ എത്തിക്കഴിഞ്ഞു. മമതയുടെ തേരോട്ടത്തിൽ നഷ്ടമായ പ്രതാപം വീണ്ടെടുക്കാൻ ഈ അട്ടിമറി കോൺഗ്രസും അവസരമാക്കുന്നുണ്ട്. മമത വീണതോടെ ചില നേതാക്കന്മാർ കോൺഗ്രസിലേക്ക് ചേക്കേറിക്കഴിഞ്ഞു. നിലവിൽ അങ്ങ് ബംഗാളിൽ ഒരു തദ്ദേശ സ്ഥാപനത്തിൽ പോലും ഭരണത്തിൽ കോൺഗ്രസ് ഇല്ല. പാർട്ടിയുടെ അടിത്തട്ടിൽ തന്നെ വിള്ളലുകൾ ഉണ്ടായതോടെയാണ് ബംഗാളിൽ കോൺഗ്രസ് തകർന്നത്. TMCയുടെ തകർച്ചയ്ക്കിടയിൽ BJP കരുത്ത് കാട്ടുമ്പോൾ തിരിച്ചുവരവിന്റെ വഴികൾ തേടുന്നുണ്ട് കോൺഗ്രസ്. ഏറ്റവും ഒടുവിലായി പശ്ചിമ ബംഗാളിലെ കൂച്ച് ബിഹാർ ജില്ലയിലുള്ള മെഗ്ലിഗഞ്ച് മുനിസിപ്പാലിറ്റിയുടെ ഭരണം തൃണമൂൽ കോൺഗ്രസിന് നഷ്ടമാകുമ്പോൾ അവിടെ ലോട്ടറി അടിച്ചിരിക്കുന്നത് കോൺഗ്രസിനാണ്. ഇപ്പോഴത്തെ മുനിസിപ്പാലിറ്റി ചെയർമാനും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ പ്രഭാത് പട്നി പാർട്ടി വിട്ട് കോൺഗ്രസിൽ ചേർന്നതോടെ TMC അവിടെയും മൂക്കും കുത്തി വീണു. കൊൽക്കത്തയിലെ പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി ഓഫീസിൽ വെച്ച് സംസ്ഥാന അധ്യക്ഷൻ ശുഭങ്കർ സർക്കാരിന്റെയും മറ്റ് മുതിർന്ന നേതാക്കളുടെയും സാന്നിധ്യത്തിലാണ് അദ്ദേഹം കോൺഗ്രസ് അംഗത്വം സ്വീകരിച്ചത്. മെഗ്ലിഗഞ്ച് മുനിസിപ്പാലിറ്റിയിൽ ആകെ 9 വാർഡുകളാണുള്ളത്. 2022 നടന്ന തിരഞ്ഞെടുപ്പിൽ 7 സീറ്റുകൾ നേടി തൃണമൂൽ കോൺഗ്രസ് ആണ് ഇവിടെ ഭരണം പിടിച്ചത്. ബാക്കി 2 സീറ്റുകൾ BJPക്കാണ്. താൻ കോൺഗ്രസിൽ ചേർന്നതിന് പിന്നാലെ മുനിസിപ്പാലിറ്റിയിലെ ബാക്കിയുള്ള 6 തൃണമൂൽ കൗൺസിലർമാർ കൂടി ഉടൻ തന്നെ കോൺഗ്രസിൽ ചേരുമെന്ന് പ്രഭാത് പട്നി വ്യക്തമാക്കി. ഇതോടെ മുനിസിപ്പാലിറ്റി ഭരണം പൂർണ്ണമായും കോൺഗ്രസിന്റെ കൈകളിലാകും. 3 വർഷം മുൻപ് പുരുലിയ ജില്ലയിലെ ഛൽദ മുനിസിപ്പാലിറ്റി ഭരണം കോൺഗ്രസിൽ നിന്നും തൃണമൂൽ കോൺഗ്രസ് സമാനമായ രീതിയിൽ കൗൺസിലർമാരെ കൂറുമാറ്റി പിടിച്ചെടുത്തിരുന്നു. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ മെഗ്ലിഗഞ്ചിൽ കോൺഗ്രസ് നൽകിയിരിക്കുന്നത്. തൃണമൂൽ കോൺഗ്രസിനകത്തെ ആഭ്യന്തര തർക്കങ്ങളാണ് തന്നെ ഈ തീരുമാനത്തിലേക്ക് നയിച്ചതെന്ന് പട്നി ചൂണ്ടിക്കാട്ടി. BJPയുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ പോരാടാൻ കോൺഗ്രസ് ആണ് മികച്ച ബദലെന്നും TMCയുടെ പ്രസക്തി നഷ്ടമായെന്നും നേതാവ് അറിയിക്കുമ്പോൾ 1.5 പതിറ്റാണ്ടിന് ശേഷം ഒരു തദ്ദേശ സ്ഥാപനം വീണ്ടും കോൺഗ്രസിന്റെ കൈകളിലെത്തുകയാണ്. പശ്ചിമ ബംഗാളിലെ ഒരു തദ്ദേശ സ്ഥാപനത്തിലും കോൺഗ്രസിന് ഭരണമുണ്ടായിരുന്നില്ല. മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിന് 1 വർഷം മാത്രം ബാക്കി നിൽക്കെ മെഗ്ലിഗഞ്ച് മുനിസിപ്പാലിറ്റിയിൽ ലഭിക്കുന്ന ഈ ഭരണം സംസ്ഥാനത്ത് കോൺഗ്രസിന്റെ ആത്മവിശ്വാസം വർദ്ധിപ്പിക്കുന്ന ഘടകമാണ്. എന്തായാലും പശ്ചിമ ബംഗാളിലെ തൃണമൂൽ കോൺഗ്രസിലെ പൊട്ടിത്തെറി പാർലമെന്റിലേക്കും വ്യാപിക്കുന്ന വാർത്തകൾക്കിടയിലാണ് തദ്ദേശ സ്ഥാപനങ്ങളിലെ അട്ടിമറി വാർത്തയും മമതയുടെ ഉറക്കം കെടുത്തുന്നത്. 23 തൃണമൂൽ MP-മാർ വിമതരുമായി ബന്ധപ്പെട്ടതായുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. മമതാ ബാനർജി വിളിച്ചു ചേർത്ത യോഗത്തിലേക്ക് 8 MLA-മാരും 6 MP-മാരും മാത്രമാണ് എത്തിച്ചേർന്നതെന്ന് വാർത്താ ഏജൻസിയായ ANI റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 6 MP-മാരിൽ രാജ്യസഭ ലോക്സഭ അംഗങ്ങളും ഉൾപ്പെടും. ലോക്സഭയിൽ മാത്രം തൃണമൂലിന് 29 MP-മാരുണ്ട്. ഇതിൽ 3 പേർ മാത്രമാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇതിലൊരാൾ അനന്തരവനായ അഭിഷേക് ബാനർജിയാണ്. ശേഷിക്കുന്ന 26 MP-മാർ BJPയിലേക്ക് പോകുമെന്ന് ഉറപ്പാണ്. നേരത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിന് പിന്നാലെ കഴിഞ്ഞയാഴ്ച വിളിച്ചു ചേർത്ത MLA-മാരുടെ യോഗത്തിൽ 60 പേരോളം പങ്കെടുത്തിരുന്നില്ല. 80 തൃണമൂൽ MLA-മാരിൽ 20 പേർ മാത്രമാണെന്ന് പങ്കെടുത്തത്. ഇത്തവണ 8 പേരേ ഉള്ളൂ എന്ന് പറയുമ്പോൾ 12 പേർ കൂടി കൂറുമാറിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് വലിയ കളികൾക്ക് നിൽക്കാതെ തദ്ദേശ സ്ഥാപനങ്ങളിൽ ഭരണത്തിലിരിക്കുന്നവരെ കൂടെ കൂട്ടാൻ കോൺഗ്രസ് ഇറങ്ങിയിരിക്കുന്നത്. ഈ നീക്കം വിജയം കണ്ടു തുടങ്ങുമ്പോൾ TMC ഒഴിയുന്ന ഒഴിവിൽ BJPക്ക് ബദലായി രാഹുൽ ഗാന്ധിയും കോൺഗ്രസും ബംഗാളിലുണ്ടാകുമെന്ന സൂചനകൾ പുറത്തുവന്നു തുടങ്ങിയിട്ടുണ്ട്.